ഹായ് ഗായ്സ്, ഗലിബ്രെന്ന് യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഈ ആഴ്ചത്തെ വോട്ടിംഗ് ഇന്നലെ രാത്രിയോടെ ഹോട്ട്സ്റ്റാറിൽ ആരംഭിച്ചിരിക്കുകയാണ്. നമ്മളിന്ന് ചൊവ്വാഴ്ച രാവിലെ 7 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഈ ആഴ്ച നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന നോമിനേഷൻസ് 7 പേരാണ്. 100 ഒഴികെ ബാക്കി എല്ലാ മത്സരാർത്ഥികളും തന്നെ നോമിനേഷനിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ കടുകട്ടിയായിട്ടുള്ള വോട്ടിംഗ് ആയിരിക്കും ഇത്തവണ നടക്കുക. എല്ലാവരും സ്ട്രോങ് പ്ലേയേഴ്സ് ആണ്. അതോടൊപ്പം നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്നും ആർക്കാണെന്ന് വോട്ട് ചെയ്തെന്നും കൂടെ വീഡിയോയുടെ കമൻറ്റായിട്ട് ഏർപ്പെടുത്തുക. നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി ജിയോ ഹോട്ട്സ്റ്റാർ ആപ്പിൽ കയറി തന്നെ വോട്ട് ചെയ്യുക. വരും മണിക്കൂറിൽ കൃത്യമായ വോട്ടിംഗ് വിവരങ്ങൾക്ക് ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും അറിയാൻ നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ന് രാവിലെ 7 മണി വോട്ടിംഗ് റിസൾട്ടിൽ 1ാം പൊസിഷൻ അനീഷാണ് ഉള്ളത്. അനീഷ് തരംഗമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കാരണം വോട്ടിങ്ങിൻ്റെ തുടക്കം തന്നെ വമ്പിച്ചൊരു വോട്ടിംഗ് ലീഡാണ് അനീഷ് കരസ്ഥമാക്കിയത്. ഇപ്പോൾ 7345 എന്ന കൂറ്റം വോട്ടിൻ്റെ ബലത്തിൽ 1ാം പൊസിഷനാണുള്ളത്. 2ാം പൊസിഷനിൽ അനുമോളാണുള്ളത്. അനുമോൾ തരക്കേടില്ലാത്തൊരു വോട്ടിംഗ് പ്രകടനം നടത്താൻ വോട്ടിങ്ങിൻ്റെ തുടക്കത്തിൽ സാധിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടെ അനീഷിനെ എത്തിപ്പിടിക്കാൻ തക്ക വിധത്തിലുള്ള ഒരു വോട്ടിംഗ് പ്രകടനം ഇതുവരെയും കണ്ടുവരുന്നില്ല. 5659 വോട്ട് നേടി 2ാം പൊസിഷനാണുള്ളത്. 3ാം പൊസിഷനിൽ ഷാനവാസ് തന്നെയാണ് ഉള്ളത്. ഷാനവാസും നല്ല രീതിയിലുള്ള ഒരു വോട്ടിംഗ് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അനുമോളുമായിട്ടുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഷാനവാസിൻ്റെ വോട്ടിംഗ്. ഇപ്പോൾ 4989 വോട്ട് നേടി 3ാം പൊസിഷനാണുള്ളത്. 4ാം പൊസിഷനിൽ ആദിലയാണുള്ളത്. ആദില നല്ലൊരു ഫൈറ്റാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വോട്ടിങ്ങിൻ്റെ തുടക്കത്തിൽ തന്നെ നല്ലൊരു വോട്ട് കരസ്ഥമാക്കാൻ ആദിലയെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഷാനവാസുമായിട്ട് ഏകദേശം അടുത്ത് നിൽക്കുന്ന ഒരു വോട്ടിംഗ് പ്രകടനം. ഇപ്പോൾ 4500 വോട്ടിൻ്റെ ബലത്തിൽ 4ാം പൊസിഷനാണുള്ളത്. 5ാം പൊസിഷനിൽ അക്ബറാണുള്ളത്. അക്ബറിന് വോട്ടിങ്ങിൻ്റെ തുടക്കം തന്നെ വളരെ വലിയൊരു വോട്ടിംഗ് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ 4100 വോട്ട് മാത്രം നേടി 5ാം പൊസിഷനാണുള്ളത്. 6ാം പൊസിഷനിൽ നെവിനാണുള്ളത്. കഴിഞ്ഞ ആഴ്ച പുറത്തു പോകുമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു. എന്നാൽ വോട്ടിങ്ങിൻ്റെ തുടക്കത്തിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത വോട്ടിംഗ് പ്രകടനമായി 6ാം പൊസിഷനിലേക്ക് കയറി വന്നിട്ടുണ്ട്. 4050 വോട്ട് നേടിയാണ് 6ാം പൊസിഷനുള്ളത്. 7ാം പൊസിഷനിൽ സാബുമാനാണ്. ഇത്തവണ പുറത്തു പോകുമെന്ന് പ്രതീക്ഷിക്കുന്ന മത്സരാർത്ഥികൾ ഒരാൾ. ഇപ്പോൾ 3806 വോട്ട് നേടി ഏറ്റവും ലാസ്റ്റ് പൊസിഷനായ 7ാം പൊസിഷനാണ് സാബുമാൻ ഇപ്പോൾ നിൽക്കുന്നത്. വരും മണിക്കൂറുകളിലെ വോട്ടും വളരെ നിർണ്ണയമാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം ആരാകും ഇത്തവണ പുറത്തു പോകുന്നതെന്ന്. അതൊരിക്കലും ടാറ്റ ബൈ.